Call is now being recorded. Okay, good morning. So in the last class, we have seen various types of vectors and how we can represent a vector for a force in the vectorial notation, right? So now we'll see the vector addition, about vector addition, subtraction, etc. These things. ഒരു വെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു ഓവർവ്യൂ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വെക്ടർ അഡീഷൻ. Vector addition. Suppose you are having two vectors, vector A and vector B. Vector A denoted by AXI plus AYJ plus AZK. Let this be the vector A, and vector B, BXI plus BYJ plus BZK. So if you want to find vector A plus vector B, then എന്തായിരിക്കും? The corresponding terms of I should be added. അതായത് എങ്ങനെയാണ്? AX plus BX into I plus എന്താണ്? Terms of coefficient of J, that is AY plus BY into J plus AZ plus BZ into K. Right? ഇതാണ് vector addition. Similarly, vector subtraction. Subtraction will be vector A minus vector B will be equal to എങ്ങനെയായിരിക്കും? ഇതേപോലെ തന്നെ സിമിലർ കേസ് തന്നെയാണ്, പ്ലസിന് പകരം മൈനസ് ആയിരിക്കും. ദാറ്റ് ഈസ് AX minus BX into I plus AY minus BY into J plus AZ minus BZ into K. Okay. Now, ഇതാണ് വെക്ടർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് ഇനി പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് രണ്ട് ടൈപ്പിലുണ്ട് അല്ലേ? പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. സോറി, പ്രോഡക്റ്റ്. You are having two types of products. First one is dot product and another is cross product. രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തതെന്നൊക്കെ ഓർക്കുന്നുണ്ടാവും. ജസ്റ്റ് അതൊരു റിവ്യൂ നമുക്ക് നോക്കാം. സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ് എയും ബിയും ഇതുപോലെ തന്നെ. എന്താണ് എ എന്ന് പറയുന്നത്? എന്താണ്? AXI പ്ലസ് AYJ പ്ലസ് AZK. അതേപോലെ ബി ഈക്വൽ ടു BXI പ്ലസ് BYJ പ്ലസ് BZK. ഈ ഒരു കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഡോട്ട് പ്രോഡക്റ്റ്. ഫസ്റ്റ് വൺ ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഇതിന്
ഓക്കെ, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി, ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഡോട്ട് ബി ഈക്വൽ ടു എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ആ, എ ബി കോസ് തീറ്റ, എ ബി കോസ് തീറ്റ അല്ലേ? അതേപോലെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് എന്താണ്, എ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു ബി ഡോട്ട് എ, രണ്ടും സെയിം ആണ് അല്ലേ? ഇനി നമുക്കറിയാം എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണെങ്കിൽ then the cos theta will be equal to എന്തായിരിക്കും, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബൈ എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ആണ്, വെക്ടർ എ ബി. ഇതൊക്കെ നമുക്കറിയാം, ഇങ്ങനെ കുറെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് ഡോട്ട് പ്രോഡക്റ്റിൽ വരുന്നത്. ഇനി ഡോട്ട് പ്രോഡക്റ്റിന് തന്നെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതിനു മുമ്പ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റും കൂടെ നോക്കാം എന്താണ്. അപ്പോൾ എന്താണ് ക്രോസ് പ്രോഡക്റ്റ്? അതായത് ക്രോസ് പ്രോഡക്റ്റ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ ബി സൈൻ തീറ്റ, എ ബി സൈൻ തീറ്റയാണ്. ഓക്കെ, അവിടെ എ ക്രോസ് ബി എന്ന് പറയുന്നത് ബി ക്രോസ് എ സെയിം ആണോ? അല്ല, ഒരു നെഗറ്റീവ് വരും അല്ലേ? ബി ക്രോസ് എ ഇങ്ങനെ ആയിരിക്കും വരിക. അതേപോലെ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു വെക്ടർ എ ക്രോസ് വെക്ടർ ബി ബൈ എ ബി, ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന മെയിൻ ഇക്വേഷൻസ് ഉണ്ട്. എ ക്രോസ് ബിയുടെ വാല്യൂ, സപ്പോസ് യു ആർ ഹാവിംഗ് വെക്ടർ എ ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ ആൻഡ് ബി വൈ ഈക്വൽ ബി ഈക്വൽ ടു ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ ലൈക്ക് ദിസ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ഡോട്ട് ബി വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എ ഡോട്ട് ബി, എ ഡോട്ട് ബിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്കറിയാം എന്താണ്, എ വെക്ടർ എ ഇസ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബി ഈക്വൽ ടു എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഐ, ഇതിന്റെ പ്രോഡക്റ്റ്. അതായത് നമ്മളിങ്ങനെ ആയിരുന്നു എന്താണ്, എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ സെഡ് ഇൻറ്റു ബി സെഡ്. ഓക്കെ, ഈ ഒരു നൊട്ടേഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ എന്താണ്, ഇതൊരു വെക്ടർ അല്ല, എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് ബി വിൽ ബി ഈക്വൽ ടു സം വാല്യൂ, ഒരു മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് അത് നോക്കി അറിയാം, ഐ ജെ കെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ടൈപ്പ് വാല്യൂ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണെങ്കിൽ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ദിസ് ഇസ് ദ ഡിറ്റർമിനന്റ് ഓഫ് first of all I j k, then coefficient of a, യുടെ കോഎഫിഷ്യൻസ് എന്തൊക്കെയാണ്, എ എക്സ് എ വൈ എ സെഡ്, എ എക്സ് എ വൈ ആൻഡ് എ സെഡ്. ഈ നെക്സ്റ്റ് റോ കോഎഫിഷ്യൻസ് ഓഫ് ബി, ബിയുടെ കോഎഫിഷ്യൻസ് എന്താണ്, ബി എക്സ് ബി വൈ ആൻഡ് ബി സെഡ്. ദിസ് ഈസ് എ ക്രോസ് ബി. എ ക്രോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ, അതായത് ഐ ഇൻറ്റു എ വൈ ഇൻറ്റു ബി സെഡ് മൈനസ് എ സെഡ് ഇൻറ്റു ബി വൈ മൈനസ് ഓഫ് ജെ ഇൻറ്റു എ എക്സ് ഇൻറ്റു ബി സെഡ്
minus az into bx plus k into ax into by minus ay into bx. ഡിറ്റർമിനന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, മാത്തമാറ്റിക്സിലുള്ളതാണ്. അപ്പം ആ ലെങ്തി ഇക്വേഷൻ എഴുതുന്നേക്കാളും ഇതാകുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനുള്ള എളുപ്പമുണ്ടാവും. സോ ദിസ് ഇസ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഐ ജെ കെ ഓഫ് വെക്ടർ എ, ദെൻ വെക്ടർ ബി. ഇതാണ് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് അറിയാം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ ആണെങ്കിൽ ജസ്റ്റ് എന്താണ് കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. ഇതുപോലെ വെക്ടർ സബ്ട്രാക്ഷൻ ആണെങ്കിൽ എന്താണ് ജസ്റ്റ് മൈനസ് ചെയ്യുന്നു. പ്രോഡക്റ്റ് രണ്ട് കേസ് വരുന്നുണ്ട്, ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും വരിക. ഇനി ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ പറഞ്ഞോ. ഹലോ, കോസ് കാണുന്നില്ലല്ലോ. അതായത് ഡോട്ട് പ്രോഡക്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ കോസ് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? എ ഡോട്ട് ബി ബൈ എ ബി എന്ന് എഴുതുന്നു. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല അതിനെപ്പറ്റി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാ വരുന്നതെന്നുള്ളത് പറയാം. ഓക്കെ, സിമിലർലി ക്രോസ് പ്രോഡക്റ്റിന്റെ കേസിലും ഇതേപോലെയാണ്. ഒരു റിലേഷൻ ഉണ്ട് നമുക്ക്, എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അപ്പൊ അതിൽ നിന്ന് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ബൈ എ ബി ആണ്. ഈ റിലേഷനൊക്കെ നമുക്ക് ആ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാതെ. ഓക്കെ, നെക്സ്റ്റ്. Okay, now how we can represent a force by its rectangular components. റെക്ടാങ്കുലർ കോമ്പണൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം ഒരു ഫോഴ്സിനെ. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ഫോഴ്സ്, സപ്പോസ് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഫോഴ്സിന് ഇപ്പം സപ്പോസ് ഇപ്പം എക്സ് ആൻഡ് വൈ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഒരു 2 ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണെങ്കിൽ പൊതുവേ നമുക്ക് എന്താണ് രണ്ട് കോമ്പണൻസ് ഉണ്ടാവും അല്ലെ? എഫിന് എന്താണ് എഫ് എക്സ്, ഇതെന്തായിരിക്കും എഫ് വൈ. അപ്പൊ ഈ പർട്ടിക്കുലർ ആംഗിൾ എക്സുമായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ അല്ലെ? എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് കോസ് തീറ്റ. എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് സൈൻ തീറ്റ ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഈ വെക്ടർ എഫിനെ വെക്ടർ എഫ്, നമുക്ക് ഇതിന്റെ വെക്ടോറിയൽ നൊട്ടേഷൻ നോക്കാം. ഫോഴ്സ് വെക്ടർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്നത് എന്താണ്? സംതിങ് ഇൻറ്റു ഐ പ്ലസ് സംതിങ് ഇൻറ്റു ജെ പ്ലസ് സംതിങ് ഇൻറ്റു കെ. ഇവിടെ നമുക്ക് എക്സും വൈയും കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, 2 ഡയമെൻഷണൽ കൺസെപ്റ്റ് ആയിട്ട്. അതുകൊണ്ട് നമുക്ക് പറയുന്നു ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ്, ദാറ്റ് ഈസ് എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ. ഈ രീതിയിൽ നമുക്ക് എഴുതാം. വേറെ എഫ് എക്സ് ഇക്വൽ ടു എന്താണ്? എഫ് കോസ് തീറ്റ. അതുകൊണ്ട് നമുക്ക് എഫ് കോസ് തീറ്റ ഐ പ്ലസ് എഫ് സൈൻ തീറ്റ ഇൻറ്റു ജെ വെക്ടർ എഫ്. ഇതിനെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ പേടിക്കണ്ട, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവും. ഇനി സപ്പോസ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. അതായത് കുറെ ഫോഴ്സസ് ഉണ്ട് നമുക്ക്.
ഇങ്ങനെ കുറെ ഫോഴ്സസ് ഉണ്ടായിരുന്നു. F1, F2, F3, F4, angles θ1, θ2, θ3, θ4. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ ആംഗിൾസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ രീതിയിലുള്ള കുറെ ഫോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താണ് റിസൾട്ടന്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ, സിഗ്മ എഫ് വൈ ഈക്വൽ ടു ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിനകത്ത് നിന്ന് എന്താണ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ കേസിൽ നമ്മൾ പറയുന്നു സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞത് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈ എന്തായിരുന്നു? അതായത് അതിന്റെ രണ്ട് കോമ്പണൻസ് ആയിരുന്നു അല്ലെ? അതായത് സപ്പോസ് നമുക്ക് റിസൾട്ടന്റ് ഉണ്ടെങ്കിൽ റിസൾട്ടന്റിന്റെ രണ്ട് കോമ്പണൻസ് ആയിരുന്നു സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും അല്ലെ? നമ്മളിവിടെ തൽക്കാലം സിഗ്മ എഫ് എക്സിന് പകരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ആർ എക്സ്, അതായത് റിസൾട്ടന്റിന്റെ എക്സ് കമ്പോണന്റ്, അതാണ് സിഗ്മ എഫ് എക്സ്. അതുപോലെ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് റിസൾട്ടന്റിന്റെ വൈ കമ്പോണന്റ്. ഓക്കെ, നമ്മൾ ആ രീതിയിൽ എഴുതുന്നു ആർ എക്സ് ആർ വൈ. അങ്ങനാണെങ്കിൽ നമുക്ക് വെക്റ്റർ ആർ, റിസൾട്ടന്റ് വെക്റ്റർ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഏത് വെക്റ്റർ ആണെങ്കിലും അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണ്? അതിന്റെ എക്സ് കമ്പോണന്റ് ഇൻറ്റു ഐ പ്ലസ് അതിന്റെ വൈ കമ്പോണന്റ് ഇൻറ്റു ജെ, അതിന്റെ സെഡ് കമ്പോണന്റ് ഇൻറ്റു കെ. ഇവിടെ നമുക്കിപ്പം എക്സും വൈയും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? റിസൾട്ടന്റിന്റെ എക്സ് കമ്പോണന്റ് ഇൻറ്റു ഐ പ്ലസ് റിസൾട്ടന്റിന്റെ വൈ കമ്പോണന്റ് ഇൻറ്റു ജെ. ഓക്കെ, ഇനി ഇങ്ങനൊരു റിസൾട്ടന്റ് നമുക്ക് കിട്ടി. ഇതൊരു വെക്ടർ ആണ്. ദിസ് ഇസ് എ വെക്ടർ ആൻഡ് ഫ്രം എ വെക്ടർ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ ഇവിടെ ഒരു ആരോ ഉണ്ടാവില്ല. വെക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആർ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ കൂടെ ഉള്ളതിന്റെ സ്ക്വയർ, അതായത് ആർ എക്സ് സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ളതിന്റെ സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ റിലേഷൻ ആണ്. സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ തന്നെയാണ്. അപ്പൊ നമ്മൾ വെക്ടോറിയൽ നൊട്ടേഷനിൽ വരുമ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു വട്ടം കൂടെ പറയാം. നമുക്ക് ഇതുപോലെ കുറെ ഫോഴ്സസ് ഉണ്ടായിരുന്നു. F1, F2, F3, F4 ഇങ്ങനെ കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്. റിസൾട്ടന്റ് വിൽ ബി എ സിംഗിൾ ഫോഴ്സ് ആക്ടിങ് ലൈക്ക് ദിസ് അല്ലെ, അറ്റ് എ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടന്റിനെ നമുക്ക് വെക്ടോറിയൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റുന്നു. വെക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ഈക്വൽ ടു ആർ എക്സ് ഐ പ്ലസ് ആർ വൈ ജെ, വേർ ആർ എക്സ് ഇസ് ദ എക്സ് കമ്പോണന്റ് ഓഫ് റിസൾട്ടന്റ്, അതാണ് സിഗ്മ എഫ് എക്സ്. ഇനി ആർ വൈ ഈസ് ദ വൈ കമ്പോണന്റ് ഓഫ് ദ റിസൾട്ടന്റ്, ദാറ്റ് ഈസ് സിഗ്മ എഫ് വൈ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് കമ്പോണന്റ് സ്ക്വയർ പ്ലസ് വൈ കമ്പോണന്റ് സ്ക്വയർ. ഇനി ഇൻക്ലിനേഷൻ, നമുക്ക് ഇതിന്റെ തീറ്റ അല്ലെ ആൽഫ നമ്മൾ പറഞ്ഞായിരുന്നു പണ്ട്. ആൽഫ ഈക്വൽ ടു എന്താണ്? ടാൻ ആൽഫ ഈക്വൽ ടു മോഡൽസ് ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് എന്ന് പറയായിരുന്നു. അതേപോലെ ഈ കേസിൽ നമ്മൾ പറയുന്നു, ഇവിടെ തീറ്റ അല്ലേ നമ്മൾ കൊടുത്തത്. അപ്പൊ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു ആർ വൈ ബൈ ആർ എക്സ്. ആർ വൈ ബൈ ആർ എക്സ്, സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സിന് പകരം നമുക്ക് ആർ വൈ ബൈ ആർ എക്സ് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ മറ്റേ അബ്സല്യൂട്ട് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ ഡയറക്റ്റ് റിലേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഓർക്കേണ്ടത്.
ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താണ്? വെക്ടർ എഫ്. വെക്ടർ എഫ് ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു ആക്ടിങ് ലൈക്ക് ദിസ്. ഫോഴ്സിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. എന്താണ്? എക്സും വൈയും റെപ്രസെന്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് F1, F2, F3, F4 ഇങ്ങനെ കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R ആക്ടിങ് ലൈക്ക് ദിസ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ട് കോമ്പണൻസ് ഉണ്ട് റിസൾട്ടന്റിന്റെ. എന്താണ്? RX ആൻഡ് RY. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് R can be represented in vector notation as എന്താണ്? വെക്ടർ R equal to RXI plus RYJ. and the magnitude എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വാല്യൂവിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ R equal to root of ഐയുടെ കൂടെ ഉള്ളതിന്റെ സ്ക്വയർ RX സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ ഉള്ളതിന്റെ സ്ക്വയർ RY സ്ക്വയർ. സപ്പോസ് ഇനി കെയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതണം, RZ സ്ക്വയർ കൂടെ എഴുതും. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ RY by RX. ഇത്ര അറിയാം. ഇനി നെക്സ്റ്റ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് എനി പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു പോയിന്റ് ഉണ്ടാവും, പോയിന്റ് O. ഇനി വേറൊരു പോയിന്റ് ഉണ്ട്, പോയിന്റ് A. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഫോഴ്സ് F. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് F എബൌട്ട് ദ പോയിന്റ് O എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ of this point A with respect to the point O. അതായത് ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത് അതായിരിക്കും നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഏത് പോയിന്റിലാണ് ഇത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ എന്താ പറയാ ഫസ്റ്റ് എന്താ പറയുക ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഫൈനൽ പോയിന്റ്. നമ്മളിപ്പം വെക്ടർ OA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പോയിന്റ് ഓയും ഫൈനൽ പോയിന്റ് എ നമ്മൾ പറയില്ലേ. അപ്പം OA എന്നല്ല AB ആണെങ്കിൽ വെക്ടർ AB എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ എക്ക് 3 പോയിന്റ്സ് ഉണ്ട്, X1, Y1, Z1. ബിയുടെ കോർഡിനേറ്റ്സ് X2, Y2, Z2. അങ്ങനെയാണെങ്കിൽ വെക്ടർ AB എന്ന് പറയുന്നത് എന്തായിരുന്നു? വെക്ടർ AB ഈക്വൽ ടു X2 മൈനസ് X1 അല്ലേ? X2 മൈനസ് X1 ഇൻറ്റു I പ്ലസ് Y2 മൈനസ് Y1 ഇൻറ്റു J പ്ലസ് Z2 മൈനസ് Z1 ഇൻറ്റു K. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതുമായിരുന്നു അല്ലേ? എ ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ് നമ്മൾ ഈ പറഞ്ഞത് അല്ലേ? അതുപോലെ തന്നെ ഇനി പൊസിഷൻ വെക്ടർ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു O എന്ന് പറഞ്ഞാൽ എന്താണ്? എ വിത്ത് റെസ്പെക്ട് ടു O എന്ന് പറയുമ്പോൾ എയുടെ കോർഡിനേറ്റ്സ് മൈനസ് ഓയുടെ കോർഡിനേറ്റ്സ് ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഓർക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷൻ വെക്ടർ ROA ക്രോസ് ദ ഫോഴ്സ് വെക്ടർ, ഈ ഫോഴ്സിന്റെ വെക്ടർ ഇതായിരിക്കും മൊമെന്റ്. അപ്പൊ ഏതൊരു പോയിന്റിനെ മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് എവിടെയാണ്? അബൌട്ട് ദ പോയിന്റ് മൊമെന്റ് സെന്റർ ഒരു പോയിന്റ് ഉണ്ടാവും. ഇനി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് ഫോഴ്സ് ഏത് പോയിന്റിലാണ്
ആക്ട് ചെയ്യുന്നത്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇത് രണ്ടും അറിയാമെങ്കിൽ നമ്മൾ എന്താണ്, ദാറ്റ് മൊമെന്റ് വിൽ ബി ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് എന്താണ്, രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൊമെന്റ് സെന്റർ, ഏതിന് എബൌട്ട് ആയിട്ടാണോ മൊമെന്റ് എടുക്കുന്നത് ആ പോയിന്റ്, ദെൻ എവിടാണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് എ, ദാറ്റ് ഇൻറ്റു എന്താണ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എന്താണ് വെക്ടർ എഫ്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് ഓർക്കേണ്ട എന്താണ്, ആർ ഒ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എയുടെ കോർഡിനേറ്റ്സ് മൈനസ് ഓയുടെ കോർഡിനേറ്റ്സ്. എയുടേത് എന്തായിരിക്കും, എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ ആണ്. ഓടത് ഒ എക്സ് ഐ പ്ലസ് ഒ വൈ ജെ പ്ലസ് ഒ സെഡ് കെ ആണെങ്കിൽ പൊസിഷൻ വെക്ടർ ആർ ഒ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ എക്സ് മൈനസ് ഒ എക്സ് ഇൻറ്റു ഐ പ്ലസ് എന്താണ് എ വൈ ഇൻറ്റു ഒ വൈ ഇൻറ്റു ജെ. ആ രീതിയിൽ നമ്മൾ എഴുതും. ഓക്കെ, ഇതാണ് മൊമെന്റ്. ഇതൊക്കെ നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏകദേശം കറക്റ്റായിട്ടായ ഐഡിയ നമുക്ക് കിട്ടും. നമുക്ക് പ്രോബ്ലംസ് ഓരോന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഓഫ് find the unit vector of the force vector vector f equal to 2i plus 4j minus 5k. Okay, this is the question. Question and equal. Find the unit vector of the force vector f equal to 2i plus 4j minus 5k. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇപ്പൊ ഇവിടെ ഒരു വെക്ടർ തന്നേക്കാണ് അല്ലെ, യു ആർ ഗിവൺ എ വെക്ടർ എഫ്. ഫ്രം ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്തായിരുന്നു, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലെ, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഈ വെക്ടർ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നു, ദെൻ ഡിവൈഡിങ് ദ വെക്ടർ ബൈ ദ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് ഇതിനെ എന്താണ് യൂണിറ്റ് വെക്ടർ ആയിട്ട് മാറ്റുന്നത്. ഈ വെക്ടറിന് എന്താണ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, വെക്ടർ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് എഫ് ഈക്വൽ ടു 2i പ്ലസ് 4j മൈനസ് 5k. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ, എഫ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 6.71. അങ്ങനെയാണെങ്കിൽ therefore the unit vector will be equal to എന്തായിരിക്കും, ഫോഴ്സ് വെക്ടർ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. അതായത് എന്തായിരിക്കും, ഇതിൽ ഓരോ ടേംസിനെയും എഫിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 2/6.71 into I plus 4/6.71 into J minus 5/6.71 K. Okay, that is equal to 0.298 I plus 0.596 J minus 0.745 K. Okay.
So this is the unit vector in the direction of vector F. ഇതൊന്ന് എഴുതിക്കോ. എഴുതി കഴിഞ്ഞോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുവോ? ഓക്കെ, ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആഡ് ദ ടു വെക്ടേഴ്സ്. സിമ്പിൾ ആയിട്ട് ആഡ് ദ ടു വെക്ടേഴ്സ്. Vector A equal to 2i plus 3j plus 4k, and B equal to vector B equal to minus 4i plus 2j plus 2k. Okay, this is the question. You are given two vectors. എന്താണ്? വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എ പ്ലസ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? സിമ്പിൾ ആണ് അല്ലേ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി വിൽ ബി ഈക്വൽ ടു എന്താണ്? കറസ്പോണ്ടിങ് ടേംസ് ജസ്റ്റ് പ്ലസ് ചെയ്ത് പോകുന്നു അല്ലേ? എന്താണ് ഐയുടെ കൂടെ ഉള്ളത് എന്തൊക്കെയാണ്? 2 പ്ലസ് മൈനസ് 4. 2 പ്ലസ് മൈനസ് 4 ഇസ് 2 മൈനസ് 4 ഐ പ്ലസ് ജെയുടെ ടേംസ് എന്തൊക്കെയാണ്? 3 പ്ലസ് 2 ജെ പ്ലസ് കെയുടെ ടേംസ് 4 പ്ലസ് 2 k is equal to minus 2i plus 5j plus 6k. Okay, I think you can wind up.